വർമാജി ഇപ്പൊ എത്തും. മാഡം ടെൻഷൻ ആവണ്ട. ദേ ആളെത്തി. ഹായ് വർമാജി, ഇന്ന് നല്ല സ്മാർട്ട് ആയിട്ടാണല്ലോ വരവ്. ഈയിടെ വർമാജി ഗ്ലാമർ നന്നായി കൂടിയിട്ടുണ്ട്. താങ്ക് യു. മിനിമോളെ, അച്ഛാ എനിക്ക് പ്രോഗ്രസ് റിപ്പോർട്ട് കിട്ടി. എല്ലാ വിഷയത്തിലും A+. വെരി ഗുഡ്. ആ, സ്റ്റേറ്റ് ലെവലിലുള്ള നിന്റെ ചെസ് കോമ്പറ്റീഷൻ എപ്പോഴാ? അതിന്റെ ഡേറ്റ് ഫിക്സ് ആയ ടീച്ചർ പറയാന്ന് പറഞ്ഞിട്ടുണ്ട്. കോമ്പറ്റീഷനിൽ നിനക്ക് ഫസ്റ്റ് കിട്ടുമെന്ന് ഉറപ്പാണേ? പിന്നെ വയസ്സിൽ കഴിഞ്ഞ IQ ലെവലാണെന്നാ ടീച്ചർമാർ എന്നെ പറ്റി പറഞ്ഞിട്ടുള്ളത്. നീ അച്ഛന്റെ മോളല്ലേ? സ്റ്റേറ്റ് ലെവലിൽ ചെസ്സിൽ ഫസ്റ്റ് കിട്ടിയ ഒരു ഉഗ്ര ലാപ്ടോപ്പ് വാങ്ങിത്തരാമെന്ന് അച്ഛൻ പ്രോമിസ് ചെയ്തിട്ടുണ്ട്. മറന്നിട്ടില്ല. നോക്കടാ, ആ ആദിത്യവർമ്മ വരുന്നുണ്ട്. ഇന്നെന്താ വർക്കില്ലേ? ഇല്ല. അതെന്തു പറ്റി? സിമന്റ് തീർന്നു പോയി. ഇത്ര പെട്ടെന്ന് സിമെന്റ് തീർന്നോ? ഓ, കഴിഞ്ഞ ദിവസം 500 ബാഗ് ഇവിടെ അടുപ്പിച്ചതാ. നിങ്ങളിപ്പോ ആകെ ഇവിടെ എന്താ ചെയ്തേ? 20 × 19 × 0.10 38 MQന്റെ വർക്ക്. 1.5 3 വർക്ക് ചെയ്തിരിക്കുന്നത് അത് അല്ലേ? ആ അതെ അതെ അതെ. എങ്കിൽ 272 ബാഗ് ഇവിടെ ബാക്കി വരേണ്ടതാ. അതോടെ പോയി. അതേ, എനിക്ക് വിശന്നപ്പോ ഞാൻ കഴിച്ചുപോയി. ഓ, ചോദിക്കാൻ വന്നിരിക്കുന്നു. അതേ, ഞാനിത് പോലീസ് കൊടുക്കാൻ പോവാ. അത് എവിടെ പോയി ബാക്കി അടിച്ചു മാറ്റിയോ? വിറ്റുപോയി. പൈസന്റെ ആവശ്യം വന്നപ്പോ ഞാനത്. ഓ അങ്ങനെ. പിന്നെ ഞാൻ അയ്യോ വേണ്ട വേണ്ട. വർമാജി വേണ്ട. എടാ, ഇതുകൊണ്ടൊന്നും നിനക്ക് എന്നെ തളയ്ക്കാനാവില്ല. ആടിനെ തളയ്ക്കാൻ എന്തിനാടോ ആനയുടെ ചങ്ങല? എഞ്ചിനീയറെ, വർമാജി എന്താണ് ലേറ്റ് ആവുന്നത്? ഞാൻ വിളിച്ചിരുന്നു മാഡം. സാർ ഇപ്പൊ എത്തും. ദേ സാറായിരിക്കും. ആ, വർമാജി ഇരിക്കൂ. എന്താ സ്നേഹ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞേ? വർമാജി, വാട്ട് ഇസ് ദിസ്? കഴിഞ്ഞ ദിവസം സൈറ്റിൽ വെച്ച് രാജനുമായി അടിയുണ്ടാക്കിയെന്ന് കേട്ടല്ലോ. മാഡം, ആ രാജൻ എഞ്ചിനീയർ ഒരു മഹാകള്ളനാണ്. സ്ഥിരമായി സൈറ്റിലെ മെറ്റീരിയൽസ് മറിച്ച് വിൽക്കുകയും ചെയ്യും. അതുകൊണ്ടാ പ്രശ്നം ഉണ്ടായേ. നിങ്ങളോട് ഞാൻ ചോദിച്ചില്ല. വർമാജി, എന്താ ഉണ്ടായേ? രാജന്റെയും കൂട്ടുകാരന്റെയും കള്ളത്തരങ്ങളെ പറ്റി ഞാൻ സ്നേഹയോട് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അയാൾ മെറ്റീരിയൽസ് വിറ്റതിന്റെ മുഴുവൻ തെളിവും എന്റെ കയ്യിലുണ്ട്. അയാളെ എത്രയും പെട്ടെന്ന് പിരിച്ചുവിടണം. പട്ടിയെ തല്ലും പോലെ തല്ലി ചതച്ചിട്ട് ഇനി ഞാൻ അയാളെ പിരിച്ചുവിടണോ? അവനൊന്നും ഒരിക്കലും നന്നാവില്ല. അവൻ ഇനിയും നിങ്ങളെ പറ്റിക്കും. നിലവിലുണ്ടായ നഷ്ടങ്ങളൊക്കെ അവന്റെ ശമ്പളത്തിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്യാം. മാഡം, ഇനിയും അയാൾ അത് ആവർത്തിച്ചാൽ അയാളെ പുറത്താക്കണം. ഷുവർ. എന്ത് പറ്റി മിനിമോളെ? എന്താ ആലോചിക്കുന്നത്? നിങ്ങളാരാ? എന്തിനാ ഇവിടെ വന്നേ? മിനിമോളെ, എന്താ ഇത്? അമ്മയോടാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? മിനിമോളോ? ഞാൻ മിനിമോളല്ല. എന്റെ പേര് വിലാസിനി എന്നാണ്. എന്റെ അമ്മ പാർവതി അമ്മയാണ്. വിലാസിനി, പാർവതി, ഇവരൊക്കെ ആരടി? എന്റെ വീട്ടിൽ നിന്ന് നിങ്ങൾ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? മോളെ, ഇതാണ് നിന്റെ വീട്. ഇതെന്റെ വീടല്ല.
മിനിമോളെ, മിനിമോളെ, എന്താ ഇത്? മോളെ, അമ്മേ, ആ വർമാജി ഇരിക്കൂ. എന്താ സ്നേഹ അർജന്റായിട്ട് കാണണമെന്ന് പറഞ്ഞേ? അതെ, KSRTC സ്റ്റാൻഡിനടുത്തുള്ള ആ 80 സെന്റ് സ്ഥലം വാങ്ങിക്കാൻ ഞാൻ തീരുമാനിച്ചു. പക്ഷേ പ്ലോട്ടിലേക്ക് ഒരു റോഡില്ല. അതുകൂടി ശരിയായാൽ അതൊരു ലോട്ടറി ആവും. റോഡിന്റെ കാര്യം ഞാൻ അവിടുത്തെ ആളുകളുമായി സംസാരിച്ചു കഴിഞ്ഞു. റോഡ് സൈഡിലെ ഒരു പറമ്പുകാരന് മാത്രമാണ് ഒബ്ജക്ഷൻ. അവന് പണം കൊടുത്ത് സ്ഥലം വാങ്ങിക്കുവാൻ തീരുമാനിച്ചു. ഇത്ര പെട്ടെന്നോ? വെരി ഗുഡ്. സെന്റിന് 20 ലക്ഷമുള്ള ഏരിയയിലാണ്. റോഡ് സൗകര്യമില്ലാത്തത് കൊണ്ട് 5 ലക്ഷത്തിന് കിട്ടിയത്. മാത്രമല്ല ബ്രോക്കറേജും കമ്പനിക്ക് ലാഭമുണ്ടേ. എന്റെ ഫ്രണ്ടിന്റെ പ്ലോട്ട് ആയതുകൊണ്ട് ഞാൻ നേരിട്ടാ ഡീൽ ചെയ്തു. ഓ, പ്രശ്നമാക്കണ്ട. വർമാജിക്ക് ബ്രോക്കറേജ് തരുവാൻ ഞാൻ റെഡിയാണ്. എന്താ? എനിക്ക് ബ്രോക്കറേജ് ഒന്നും വേണ്ട. ഞാനിത് എൻ്റെ സ്വന്തം കമ്പനി ആയിട്ടാണ് കണക്കാക്കുന്നത്. പിന്നെന്ത് ബ്രോക്കറേജ്? ഹലോ, മിനിമോളുടെ അമ്മയല്ലേ? മിനിമോളുടെ ടീച്ചറാണോ? കുറച്ചു ദിവസങ്ങളായി നിങ്ങളുടെ മകൾക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ളതായി തോന്നുന്നു. ഏതോ വിലാസിനിയുടെ പ്രേതം കുടിയത് പോലെയാണ് പെരുമാറുന്നത്. പ്രേതോ? അതെ, ക്ലാസ് എടുക്കുന്നതിനിടയിൽ പലപ്പോഴും ഞാൻ മിനിമോളല്ല വിലാസിനിയാണെന്ന് പറഞ്ഞ് ഓടിപ്പോവാൻ ശ്രമിക്കുന്നു. മിനിമോളെ എത്രയും പെട്ടെന്ന് ഒരു ന്യൂറോളജിസ്റ്റിനെ കാണിക്കണേ. ഓക്കെ മാഡം, ഞാൻ ചെയ്യാം. ശരിയാ. എന്താ മോളെ നല്ലൊരു സ്മെല്ല്? അത് പിന്നെ ഒരു മാസികയിലെ പാചകക്കുറിപ്പ് നോക്കി നല്ലൊരു ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. വെരി ഗുഡ്. ഞാൻ പരീക്ഷണാടിസ്ഥാനത്ത് ഉണ്ടാക്കിയ ഫുഡാ. ഈ ശാസ്ത്രജ്ഞന്മാരെല്ലാം പുതിയ മരുന്നൊക്കെ കണ്ടുപിടിച്ചാൽ എലിയിലും പൂച്ചയിലും പട്ടിയിലും എല്ലാം പരീക്ഷിച്ച് വിജയിച്ചാലേ മനുഷ്യരിൽ പരീക്ഷിക്കാറുള്ളൂ. അതുപോലെ നീ നിന്റെ ഭക്ഷണം എന്നിനാണല്ലേ പരീക്ഷിക്കുന്നത്? കൊള്ളാം. നീ ഈ ഭൂമിയിലെ എല്ലാ ഭാര്യമാർക്കും ഒരു മാതൃകയാണടി. ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. വേഗം പോയി ഫ്രഷ് ആയിട്ട് വാ, എന്നിട്ട് കഴിക്കാം. മുടിഞ്ഞ സ്മെല്ല്. എനിക്ക് ക്ഷമില്ല. ആദ്യം ഭക്ഷണം, പിന്നെ കുളി. എങ്ങനെയുണ്ട്? കലക്കി. ആ പിന്നെ ചേട്ടാ, എനിക്കൊരു കാര്യം പറയാണ്ട്. ചേട്ടന് ദേഷ്യം പിടിക്കരുതേ. എന്താ കാര്യം പറ. അത് നമ്മുടെ മിനിമോൾക്ക് മിനിമോക്ക് എന്തോ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് ബോധം പോകുന്നുണ്ട്. 2 തവണ എന്നോട് ഞാൻ ആരോടെന്ന് ചോദിച്ചു. എന്തോ ചില മാനസിക പ്രശ്നങ്ങളുണ്ട്. എന്താ നീ പറഞ്ഞേ? എന്റെ മിനിമോൾക്ക് ഭ്രാന്താണെന്നോ? ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല. പക്ഷെ എന്തോ കാര്യമായ മാനസിക പ്രശ്നമുണ്ട്, ഉറപ്പ്. മിനിമോളെ പറ്റി വേണ്ടാത്ത എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, ഭാര്യയാണെന്നൊന്നും ഞാൻ നോക്കൂല. ആ നാക്ക് ഞാൻ പിഴുതെടുക്കും. എന്റെ മോക്കൊരു പ്രശ്നമില്ല. ടീച്ചറും അമ്മയും എല്ലാം കൂടെ ചേർന്ന് അവളെ ഭ്രാന്തിയാക്കരുത്. സോറി. ആ സംഭവം മനസ്സിനങ്ങ് വിട്ടേക്ക്. എനിക്കൊരു അബദ്ധം പറ്റിയാന്ന് വിചാരിച്ചു. മോളെ, ഞാൻ നിന്നോടല്ലേ മാപ്പ് ചോദിക്കേണ്ടത്? വിവാഹശേഷം ഇന്നേ വരെ നീ ഒരിക്കലും കരയേണ്ട ഒരു അവസരം ഞാൻ നിനക്ക് തന്നിട്ടില്ല. പക്ഷെ ഇന്ന് ഞാൻ നിന്നെ തല്ലി ഭീഷണിപ്പെടുത്തി. നീ എനിക്ക് മാപ്പ് തരും. ഇനി ഒരിക്കലും എന്നിൽ നിന്ന് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാവില്ല. എന്താ ചേട്ടാ ഇത്? ഒരു ഭർത്താവ് ഭാര്യയോട് മാപ്പ് ചോദിക്കുന്നല്ല മോശമല്ലേ? സാരമില്ല, ദാറ്റ്സ് എ ക്ലോസ്ഡ് ചാപ്റ്റർ. അത് ആലോചിച്ച് ടെൻഷൻ കൂട്ടണ്ട. നിനക്കൊരു പട്ടു പോലത്തെ മനസ്സാ, അതാ. മറ്റന്നാൾ മിനിമോടെ ബർത്ത്ഡേ ആണ്. ഡ്രസ് എടുക്കണ്ടേ നമുക്ക്? നാളെ ഷോപ്പിങ്ങിന് പോയാലോ? രാജേന്ദ്ര, നിങ്ങൾ എന്താ ഇവിടെ? കുട്ടി ആരാ മനസ്സിലായില്ലല്ലോ?
ഞാൻ വിലാസിനിയാണ്. നിങ്ങൾ രാജേന്ദ്രൻ പ്രഭാകരനും അല്ലേ? അതെ അതെ. മിനിമോളെ, എന്താ ഇത്? ആരാണ് ഇവരൊക്കെ? ആരാ ഇവരെന്നോ? ഇതെന്റെ ഭർത്താവും മകനുമാണ്. നോക്ക് മിനിമോളെ, നീ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ദേഷ്യം പിടിപ്പിക്കരുന്നു. താൻ ആരാടോ? ടീ, എന്റെ മോളെ തല്ലല്ലേ. വിടറോ, വിടു തന്നെ. തൊട്ടു പോകരുത് എന്റെ മകളെ. വരില്ല, മിനി, നിങ്ങളൊക്കെ ആരാ? എന്താ ഇത്? എടാ, കൊല്ലപ്പെട്ടു പോയ നിന്റെ അമ്മ വിലാസിനി അവളുടെ രൂപത്തിൽ വന്നതാണ്. തീർച്ചയായും അമ്മയെ കൊന്നത് ആരാണെന്ന് നമുക്ക് ഇവരോട് ചോദിച്ച് മനസ്സിലാക്കാം. ഇതങ്ങനെ വിട്ടുകൊടുക്കരുത്. മിനിമോളെ, കാർ കയറാൻ. ആ കാറിന്റെ നമ്പറും ആ വീടും നമുക്ക് മനസ്സിലാക്കണം. തീർച്ചയായും മിണ്ടാതിരിയടി, മര്യാദയ്ക്ക് കാർ കയറ്.